രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ പ്രക്ഷോഭത്തിന് വേദിയായിരിക്കുകയാണ് ഡൽഹിയിലെ രാംലീല മൈതാനി. 2024 തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ രാജ്യം ചർച്ച ചെയ്ത വോട്ട് കൊള്ള അഥവാ വോട്ട് ചോരി എന്ന അതീവ ഗൗരവകരമായ ആരോപണം ഉയർത്തിക്കൊണ്ട് 2025 ഡിസംബർ 14 കോൺഗ്രസ് നടത്തിയ വോട്ട് ചോരി റാലി ഇന്ത്യയെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. 5 കോടി ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഒപ്പുകൾ ചാക്കുകളിൽ നിറച്ച് സ്റ്റേജിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ജനാധിപത്യം നേരിടുന്ന വലിയ ഭീഷണിയെ കോൺഗ്രസ് തുറന്നുകാട്ടിയത്. റാലിയോടനുബന്ധിച്ച് മൈതാനം തിങ്ങി നിറഞ്ഞ് 10,000-കണക്കിന് ആളുകൾക്ക് പുറത്തു നിൽക്കേണ്ടി വരെ വന്നു. ഈ പ്രതിഷേധം വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ മുന്നോടിയാണെന്ന് റാലിയിൽ പങ്കെടുത്ത നേതാക്കൾ ഒന്നടങ്കം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർന്നുവെന്നും BJP സർക്കാർ വോട്ടുകൾ മോഷ്ടിച്ചാണ് അധികാരത്തിൽ തുടരുന്നത് എന്നുമുള്ള കടന്നാക്രമണങ്ങളാണ് റാലിയിൽ ഉടനീളം ഉണ്ടായത്. റാലിയിൽ ആവേശമായി മാറിയ പ്രിയങ്ക ഗാന്ധി BJPയെ നേരിട്ട് വെല്ലുവിളിച്ചത് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടെണ്ണൽ വരെ നീളുന്ന ഓരോ ഘട്ടവും കേന്ദ്ര സർക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ പോലും BJP വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തിട്ടും കമ്മീഷൻ മൗനം പാലിച്ചു. ജ്ഞാനേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പേരുകൾ എടുത്തു പറഞ്ഞ പ്രിയങ്ക ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവർക്ക് കാലം മറുപടി നൽകുമെന്നും ഓർമ്മിപ്പിച്ചു. BJP നേതാക്കളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ജനങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ അവർ ഭയപ്പെടുകയാണെന്നും അവർ തുറന്നടിച്ചു. തുടർന്ന് സംസാരിച്ച രാഹുൽ ഗാന്ധി RSS തലവൻ മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം തുടങ്ങിയത്. സത്യത്തെക്കാൾ ശക്തിയാണ് ലോകം കാണുന്നത് എന്ന ഭാഗവതിന്റെ ചിന്താഗതി RSSന്റെ വികലമായ പ്രത്യയശാസ്ത്രമാണെന്നും എന്നാൽ ഇന്ത്യയുടെയും ഹിന്ദുധർമ്മത്തിന്റെയും അടിസ്ഥാനം സത്യമാണെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. 3 പ്രധാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരുടെ പേരുകൾ ആവർത്തിച്ചു പറഞ്ഞ രാഹുൽ, നിങ്ങൾ നരേന്ദ്രമോദിയുടെ കമ്മീഷണർമാരല്ല, മറിച്ച് ഇന്ത്യയുടെ കമ്മീഷണർമാരാണെന്ന് ഗൗരവത്തോടെ ഓർമ്മിപ്പിച്ചു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ മാറ്റുമെന്നും വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ബ്രസീലിയൻ സ്വദേശിയായ ഒരു യുവതിയുടെ പേര് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ 22 തവണ പ്രത്യക്ഷപ്പെട്ടതും ഒരു പോളിംഗ് ബൂത്തിൽ തന്നെ ഒരാളുടെ പേര് 200 തവണ വരെ ചേർത്തതും അദ്ദേഹം തെളിവ് സഹിതം വീണ്ടും രാംലീല മൈതാനിയിൽ പ്രദർശിപ്പിച്ചു. ഉത്തർപ്രദേശിലെ BJP നേതാക്കൾ ഹരിയാനയിൽ വന്ന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ജനാധിപത്യത്തെ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. ഈ വിഷയങ്ങൾ പാർലമെന്റിൽ താൻ ഉന്നയിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നുവെന്നും അധികാരം നഷ്ടപ്പെടുമെന്ന ഭയമാണ് BJP ക്യാമ്പിനെ ഇപ്പോൾ ഭരിക്കുന്നതെന്നും രാഹുൽ പരിഹസിച്ചു. കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാർ ഉപതെരഞ്ഞെടുപ്പിലും നടന്ന വോട്ട് കൊള്ളയുടെ വിവരങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. റാലിയിൽ സംസാരിച്ച AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അണികൾക്ക് നൽകിയ ആഹ്വാനം വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. EDയോ CBIയോ വരുമെന്ന് പേടിച്ച് ആരും പിന്നോട്ട് പോകരുത്. കോൺഗ്രസ് പലതവണ പരാജയപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ നമ്മുടെ പ്രത്യയശാസ്ത്രം മരിച്ചിട്ടില്ല. എന്നാൽ BJP ഒരു തവണ പരാജയപ്പെട്ടാൽ അവരുടെ ഒരു അടയാളം പോലും അവശേഷിക്കില്ലെന്ന് ഖാർഗെ ഓർമ്മിപ്പിച്ചു. ഗൗരവ് ഗൊഗോയ് തന്റെ പ്രസംഗത്തിൽ കോൺഗ്രസിന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ചും മോദി സർക്കാരിന്റെ തകർച്ചയെക്കുറിച്ചും വാചാലനായി. ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറുടെ ആശയങ്ങൾക്ക് മേലുള്ള കനത്ത ആക്രമണമാണ് വോട്ട് കൊള്ളയിലൂടെ നടക്കുന്നതെന്ന് റാലിയിൽ ഉയർന്നു വന്നു. നോട്ട് നിരോധനം കൊണ്ടും GST കൊണ്ടും സാധാരണക്കാരെ തകർത്ത സർക്കാർ വോട്ട് കൊള്ള നടത്തിയില്ലായിരുന്നുവെങ്കിൽ 5 മിനിറ്റ് പോലും അധികാരത്തിൽ ഇരിക്കില്ലായിരുന്നു എന്ന സത്യമാണ് രാഹുൽ ഗാന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. 5 കോടി ജനങ്ങളുടെ പിന്തുണയും വോട്ടവകാശം തിരിച്ചുപിടിക്കാനുള്ള നിശ്ചയദാർഢ്യവുമായി ഡൽഹിയിൽ നിന്ന് തുടങ്ങിയ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിലേക്കും പടരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മാധ്യമങ്ങൾ ഈ വലിയ പ്രതിഷേധത്തെ അവഗണിച്ചാലും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് അഹിംസയും സത്യവും കൊണ്ട് BJPയും RSSനെയും പരാജയപ്പെടുത്തുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ഭയപ്പെടരുത്, അവസാനം സത്യം വിജയിക്കും എന്ന വാക്കുകളോടെയാണ് രാംലീല മൈതാനിയിലെ ആ വിപ്ലവ റാലി സമാപിച്ചത്.